പ്രിയപ്പെട്ടവരെ, ഉരുൾപൊട്ടലിനു പിന്നാലെ ദുരന്തഭൂമിയിൽ നിന്ന് ഓടി ഒളിച്ചത് മനുഷ്യർ മാത്രമല്ല. സ്വന്തം ഉയിരുകാക്കാൻ ജീവനും കയ്യിൽ പിടിച്ച് വളർത്തുമൃഗങ്ങളും പെടാപ്പാടാണ് പെട്ടത്. ചിലർ പാതിവഴിയിൽ ഇടറി വീണു, ചിലർ ബാക്കിയായി. അവർ മനുഷ്യരെ പോലെ സ്വന്തം ഇടങ്ങൾ തേടിയുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ. തിരിച്ചറിയാനാവുന്നില്ല, മേൽവിലാസത്തിന്റെ നഷ്ടം മനുഷ്യർക്ക് മാത്രം ബാധകമായ ഒന്നല്ല. ദുരന്തത്തിന്റെ ആഘാതം വിട്ടുമാറിയതോടെ മനുഷ്യർ പലരും അവരുടെ സ്വന്തം ഇടങ്ങളിലേക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ്. മനുഷ്യർ മാത്രമല്ല, ദുരന്തത്തിന് പിന്നാലെ പല ഭാഗങ്ങളിലായി ഓടിയൊളിച്ച വളർത്തുമൃഗങ്ങളും ദേ ഇതുപോലെ സ്വന്തം ഇടങ്ങളിലേക്ക് കൂട്ടമായി മടങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ വരെ ഒറ്റ തിരിഞ്ഞു നടന്നിരുന്നവർ, ദുരന്തഭൂമിയിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തീർത്തും ഒറ്റപ്പെട്ടുപോയവർ, ഇന്ന് അവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പരസ്പരം ഓരം ചേർന്ന് ചിലർ വേദനകൾ പങ്കുവയ്ക്കുന്നു. മറ്റു ചിലരുടെ കണ്ണുകളിൽ ഇപ്പോഴും ഭീതി നിഴലിച്ചു നിൽക്കുന്നു. ചിലരാകട്ടെ കരച്ചിലൊടുങ്ങാതെ ഇപ്പോഴും ആരെയൊക്കെയോ ഇറങ്ങി നടപ്പാണ്. മെനഞ്ഞാന്നൊക്കെ വന്നപ്പോൾ ഈ അവസ്ഥയായിരുന്നില്ല. ഇന്നിവിടെ വന്നു നോക്കുമ്പോൾ മനുഷ്യന്മാർ തിരിച്ചു വരുന്നതോടെ കൂടെ തന്നെ അത് മൃഗങ്ങളും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ആശ്വാസ പ്രതീക്ഷയാണ് ഇവിടെ ഉള്ളത്. ഇവരൊക്കെ ഒറ്റക്ക് വഴിതെറ്റി പല ഭാഗത്തും നടന്ന ആൾക്കാർ ഇപ്പോൾ എല്ലാം ഒത്തൊരുമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷമുണ്ട്. ഒടുവിൽ ഇവർ ഒരുമിച്ചുകൂടി. പക്ഷേ ഇവർക്ക് തണലായിരുന്നവർ, കരുതലായിരുന്നവർ ആരൊക്കെ ഇന്ന് ജീവനോടെയുണ്ടെന്ന് ഇവർക്കറിയില്ല. തണലേകാൻ ഈ മണ്ണിലേക്ക് ആരെങ്കിലും മടങ്ങി വരുമോ എന്നും ഇവർക്കുറപ്പില്ല. ആ നിസ്സഹായതയും ദൈന്യതയും അവരുടെ കണ്ണുകളിൽ പ്രകടം. വയനാട് മുണ്ടക്കയിൽ നിന്ന് ജിതിൻ ജോസഫിനും ക്രോസ്ബിനുമൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ. ഉറ്റവരെ തേടിയുള്ള ഈ നിൽപ്പ് ഹൃദയം പിളർക്കും, കരൾ പിളർക്കുന്ന കാഴ്ചയാണ്. പാടികളിൽ, ലയങ്ങളിൽ തങ്ങളുടെ ഉറ്റവരുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തിരികെ എത്തുമ്പോൾ അവരിൽ പലരും അവിടെ ഇല്ല എന്നതാണ് വാസ്തവം. ചിലർ ക്യാമ്പുകളിലുണ്ട്, ചിലർ മണ്ണു മറച്ചു കഴിഞ്ഞ മനുഷ്യരാണ്. ഇനി ഈ ജീവജാലങ്ങൾക്ക് ആരുണ്ട് ഉറ്റവരായി എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു.